നമസ്കാരം. CPO റാങ്ക് ഹോൾഡർമാരുടെ സമരം ഇന്നലെ അവർ നിർത്തിപ്പോയി. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നുള്ള പേരിലാണ്. പക്ഷേ ആ സമരത്തിന് മറ്റൊരു മുഖമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കണ്ണൂർ എരഞ്ഞോളിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ പറമ്പിൽ വെച്ചിട്ട് ബോംബ് ഒരെണ്ണം പൊട്ടി ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ കൂടി ഒരു വെളിപ്പെടുത്തൽ വരികയാണ്. സീന എം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്, അവർ ഒരു വീട്ടമ്മയാണ്. അവർ വന്ന് പറയുകയാണ് ഇത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ പാർട്ടിക്കാരാണ് ഇതിൻ്റെ പിറകിൽ എന്ന് പറയുകയാണ്. കുറേ കഴിഞ്ഞ് ഈ അടുത്ത കാലത്താണ് സീന ഈ പറഞ്ഞ പോലെ BJPയുടെ നേതൃനിരയിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ സമരങ്ങൾ നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ വന്ന് തടയുന്നു. ഞങ്ങൾക്കിവിടെ ജീവിക്കേണ്ടതില്ലേ എന്ന് പറയുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് സമരത്തിനെതിരെയുള്ള പ്രചാരണങ്ങൾ കൊച്ചഫ് ചിറ്റലപ്പള്ളിയൊക്കെ കൂടി വലിയ സംഭവമാക്കണം, അവർക്ക് ജോലി കൊടുക്കണം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ചില പൊതുബോധ നിർമ്മിതികളുണ്ട്, അതിപ്പോഴും തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് സത്യമാണ്. വളരെ ചുരുങ്ങിയ ജനസംഖ്യയുള്ള കേരളത്തിലാണ് ഇന്ത്യയിൽ ഗവൺമെൻറ് ജോലിക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിക്കുന്നത്. പല സെക്ടറിലുള്ള ജോലികളും ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നില്ല എന്നുള്ള സത്യമിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു വലിയ സമരം. ഇനിയിപ്പോൾ സമരം ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടട്ടെ എന്ന് തന്നെ വെച്ചാലും അവർക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. 360 പേർക്ക് ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞു ഒരു ലിസ്റ്റിൽ നിന്ന്. സാധാരണ ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലൊക്കെ 60 പേരുടെ ഒഴിവുണ്ടെങ്കിൽ 60 പേരെ മാത്രം അഡ്മിറ്റ് ചെയ്യും. ഒരു വർഷം ഇടയിൽ വരുന്ന ഒഴിവുകളെ പിന്നെ അവിടെ ഇതില്ല. PSCയുടെ അങ്ങനെയല്ല, ഏതാണ്ട് ഒരു വർഷത്തെ ഒഴിവുകൾ കണക്കാക്കി അതിൻ്റെ 3 ഇരട്ടി ആളുകളെയാണ് എടുക്കുക. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഇവർ രാഷ്ട്രീയം മാത്രമാണ് പറയുന്നുണ്ടായിരുന്നത്. രാഷ്ട്രീയം മാത്രം, ഒടുങ്ങാത്ത രാഷ്ട്രീയം, അത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. 2024 ഏപ്രിൽ 20 ലിസ്റ്റ് വന്നതിന് ശേഷം കയറി ഇറങ്ങാത്ത കാണാത്ത പാർട്ടിക്കാരില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ? ബ്രാഞ്ച് സെക്രട്ടറിനെ അടക്കം കാണണം, ബ്രാഞ്ച് സെക്രട്ടറിമാരോട്ട് LC സെക്രട്ടറിമാരോട്ട് എല്ലാവരും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 11 മാസം ഞങ്ങൾ ഇവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട്, വേക്കൻസി തരും, വേക്കൻസി അവസാന മാസമാകുമ്പോൾ വരും, നിങ്ങൾക്ക് ഇപ്പോൾ തന്നു കഴിഞ്ഞാൽ അവസാന മാസമാകുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് സമരം ചെയ്യും, അപ്പോൾ അവർക്കും കൂടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വേക്കൻസി ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് അവസാനമാകുമ്പോൾ ഒരു ബൾക്ക് വേക്കൻസി വരുന്നത് തന്നെയാണ് ഞങ്ങളോട് ഈ 11 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പണ്ട് 5 ഇരട്ടിയായിരുന്നു ലിസ്റ്റ്, ഇന്ന് 3 ഇരട്ടി. അതിൽ 900 പേരുടെ ലിസ്റ്റിൽ നിന്ന് 360 പേരെടുത്തു എന്നാണ് ഞങ്ങൾ സമരം എന്നുള്ളൊരു രീതിയിലേക്ക് പോകാൻ തന്നെ കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം AKG സെന്ററിൽ പോയി. AKG സെന്ററിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഞങ്ങൾ AKG സെന്ററിൽ പോയി. അവിടുന്ന് ഒരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാറിനോട് കയ്യും കാലം പിടിച്ച് ഞങ്ങൾ കരയാണ്. കേരളത്തിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് പറയുന്നത്. കരയാണ് ഞങ്ങൾ AKG സെന്ററിൽ പോയിട്ട്. എന്തിനാണ് ഇങ്ങനെ നുണ പറയേണ്ട കാര്യം? ഈ സമയത്ത് സാറിനോട് സാറേ വേറെ വഴിയില്ല, ഞങ്ങൾ സമരങ്ങൾ അവസാനം ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ റോഡിലിറങ്ങി എണ്ണ ഒഴിച്ച് ആത്മാഹൂതി ചെയ്തു കഴിഞ്ഞാലും മരത്തിന് കയറി താഴേക്ക് തുള്ളിയാലും മരത്തിൽ കയർ കെട്ടി തൂങ്ങിയാലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ്. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നറിയാം, എങ്കിലും പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല PSC എന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ഞങ്ങൾ അവിടുന്ന് കണ്ണ് കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളെ സമരത്തിനുള്ള പേപ്പർ കൊടുത്തിട്ട് വരുന്നത്. അവിടുന്ന് ആ പറഞ്ഞത് കൊണ്ട് ഇറങ്ങി അല്ല, അവര് നോട്ടീസ് കൊടുത്ത് തയ്യാറായി വന്നതാണ് എന്നുള്ളത്. ഞങ്ങൾ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ BJPന്റെയോ ഏത് പാർട്ടിന്റെയും പിൻബലത്തോടെ ഇവിടെ സമരത്തിന് ഇറങ്ങിയതല്ല, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. കേന്ദ്ര സർക്കാർ സ്ഥലത്തിലുള്ള ജോലി പലതും കരാറായി റിക്രൂട്ട്മെന്റുകൾ നിന്നുപോയി എന്നുള്ളത് ഇവർക്ക് അറിയേയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ തന്നെ DYFI എന്നുള്ള സംഘടനയിലത്തെ ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നുന്നു തൊട്ടടുത്താണ് സംസ്ഥാന ഓഫീസും അതുപോലെ തന്നെ അതിലെ ജില്ലാ കമ്മിറ്റി ഓഫീസും. ഇതുവരെ ആയിട്ട് ഞങ്ങൾ 18 ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു നേതാവ് പോലും ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ലിസ്റ്റിൽ നിന്ന് 1/3 ഭാഗം 50%-ലധികം എന്നാണ് പറഞ്ഞത് അവർക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് രൂക്ഷമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ആൾക്കാരാണ്. ഒന്ന് വന്നിട്ട് ഞങ്ങളോട് എന്താണ് മക്കളെ പ്രശ്നം നിങ്ങളുടെ? കേരളത്തിൽ ഇവർ മാത്രമാണ് യുവജനം എന്ന് DYFI എന്നല്ല ആര് കരുതിയാൽ എങ്ങനെ ശരിയാവുക? എല്ലാവർക്കും തൊഴിലവസരങ്ങൾ വേണ്ടേ? അതിൽ കൂടുതൽ മത്സരബുദ്ധിയോടെ നടക്കുന്നവർക്ക് കിട്ടുമെന്നുള്ളതാണ്. നമുക്കൊന്നും കിട്ടിയില്ല. വനിതാ CPO റാങ്ക് ലിസ്റ്റ് 361 പേർക്കു നിയമന ശുപാർശ. ആകെ നിയമനം 53% പറയുന്നു. മുഖ്യ പട്ടികയിലുണ്ടായിരുന്ന 674 പേര്, ഏപ്രിൽ മാത്രം 69 പേർക്ക് നിയമനം. ഈ സമരത്തിനിടയ്ക്ക് ഒരു ലിസ്റ്റ് വന്നു, ആ ലിസ്റ്റിൽ 3 പേരെ സമരത്തിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സത്യം മറച്ചു പിടിച്ച് നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ്
സ്വയം എന്താ പറയുക, നമ്മളുടെ കഷ്ടപ്പാടിനെ അധികരിപ്പിച്ച് കാണിച്ച് അതിതീവ്ര സങ്കടത്തെ മുന്നിൽ അവതരിപ്പിച്ച് നടത്തുന്ന നാടകങ്ങളുടെ ആകെ മൊത്തം ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും. അതിലൊന്നാണ് ആശാസമരവും. നമുക്കറിയുന്ന പോലെ ആശാസമരത്തിനെ കുറിച്ച് പറയുമ്പോൾ 12,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആശാസമരത്തെ വില കുറിച്ച് കാണാൻ അവർക്ക് കിട്ടണത് കിട്ടട്ടെ. പക്ഷെ അവർ ഈ 7,000 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിനുള്ള മറുപടി അർഹമായിട്ടും പറയേണ്ടതുണ്ട്. അതെ, മറുപടികളില്ലാതെ പോകുന്നില്ല, മറുപടികളുണ്ട്. അത് ഏതൊരാൾക്കും പറയാൻ പറ്റുന്നതാണ്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇവർ നമ്മളെ ഭരിക്കും. ഈ പൊതുബോധം